എനിക്ക് ചത്തിക്കറോ വേണ്ടായോ മതി. തോന്നുന്നുണ്ട്. പക്ഷെ പറ്റില്ല, നമുക്ക് റിസൾട്ട് നോക്കാം. ബാക്ക് വൈകത്തൊക്കെ ഭയങ്കരമായിട്ട് വരുമെന്ന് പറയുന്നത് നോക്കാം. നമുക്ക് നനവോടെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇത് കുറച്ച് ഉണങ്ങി വരുന്നൊരു രീതി ആകുമ്പോഴേക്കേ ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നെങ്കിൽ നമ്മൾ മുട്ടത്തോടിൻ്റെ ഒരു മണം കിട്ടും. മുട്ടത്തോടിൻ്റെ മുട്ട നോക്കുന്നില്ല. അത് അവിടെ വരല്ലേ പറഞ്ഞു അടുത്ത വരലെന്ന്. അപ്പോൾ കുറച്ച് ഉണങ്ങി ഏകദേശം 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഒരു പാടുണ്ട്. ഇവിടെ കണ്ടോ കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും റിമൂവ് ചെയ്യാൻ വിചാരിച്ച് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ മുട്ടയുടെ മണം എല്ലാം എടുത്ത് തലവേദന എടുക്കുന്ന ഒരു രീതിയിലോട്ട് വരെ എത്തുന്നുണ്ട്. മെയിൻ ആയിട്ട് മൂക്കിൻ്റെ 2 സൈഡാണ്. അവിടെ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഒരു സൈഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഇരട്ട പറ്റിയ സുഖം എനിക്ക് പറയാം. ഒരു സുഖമുണ്ട് കേട്ടോ. എടുത്തിട്ട് ഒരു ഇതുണ്ട്, ഒരിങ്ങനെ വലിഞ്ഞ വരുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആവാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഡ്രൈ ആയി കാണത്തില്ലെന്ന്. പക്ഷേ ഡ്രൈ ആയി അയ്യോ എൻ്റെ പീജികം. ഓക്കെ വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലൈവ് ആയിട്ടൊരു റിയാക്ഷൻ അല്ലേ എന്തി പറയുന്നത്, ലൈവ് ആയിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. മീൻസ് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസിന് തപ്പിയ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈവ് ആയിട്ട് ഓൺ വോയിസ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു, വോയിസ് മൈക്ക് വാങ്ങിച്ചു. അപ്പം മറ്റേ ഞാൻ വോയിസ് ഓവറാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ഓൺ വോയിസ് ചെയ്യുമ്പം എനിക്കറിയില്ല എൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ലൈവ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് റിസൾട്ട് നിങ്ങൾ ലൈവ് ആയിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കരുത്, നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം റെഡി ആക്കുന്നത് മുട്ട വെച്ചിട്ടാണ്. സോ അപ്പം എനിക്ക് മുട്ട ഒട്ടും പറ്റാത്ത ഒരാളാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശബ്ദിക്കോ ഇല്ലെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടി കംപ്ലീറ്റ് ഒന്ന് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം മുട്ട കയറി മുടിയിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സാധനം റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു കോഫി പൗഡറിൻ്റെ മണമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ പാക്ക് എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഇതുപോലൊരു പാത്രം എടുക്കുക. പാത്രം എടുക്കുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടും വെള്ളം നനവും കാര്യങ്ങളും ഒന്നും തന്നെ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ലെന്നാണ്. അപ്പോൾ എന്തായാലും നമ്മളും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. ഇതിനനുസരിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട എടുക്കുന്ന സമയത്ത് നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതി, മഞ്ഞ വേണ്ട. ഇപ്പം ഒന്നെങ്കിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് മഞ്ഞ ഇങ്ങനെ എടുക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീൻസ് മുകളിൽ മാത്രം പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ പറ്റത്തില്ല, അത് അങ്ങനെ ആയാലും ചെയ്യാം. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യൂ. അതാണ് നിങ്ങൾക്ക്, ഞാൻ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പം മുട്ടയുടെ വെള്ളം ഇതുപോലെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് നല്ലോണം മിക്സിക്കകത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്തായാലും പതപ്പിച്ച് കിട്ടണം, നല്ല പതഞ്ഞ് കിട്ടണമെന്നാണ് ആ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീറ്റർ ഇല്ല, പിന്നെ സ്പൂൺ വെച്ചാക്കിയാൽ കറക്റ്റ് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും മിക്സിക്കകത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല പതഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം പതയുന്നുണ്ട്, കുറച്ച് അങ്ങനെ പതയുന്നില്ല. അപ്പോൾ എന്തായാലും അത് കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യണമെന്ന്. കാരണം മറ്റേതാകുമ്പോൾ നമുക്കൊരു തരിതരിപ്പ് വരത്തില്ല, ഇതാകുമ്പോൾ നമുക്കൊരു ക്രീമി രീതിയിൽ കിട്ടുമല്ലോ. അത് ശരിയാണ്. മറ്റേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു തരിതരിപ്പ് പോലെ വരും. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടുത്ത അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. മുട്ടയും മഞ്ഞപ്പൊടിയും കോഫി പൗഡറും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഐറ്റം കിട്ടുന്നത്. ഇനി നമുക്ക് കലാപരിപാടി ആരംഭിക്കാം. ഈ കലാപരിപാടി ആരംഭിക്കാൻ പോവാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ വേണ്ടുന്നത് ഇതുപോലൊരു ബ്രഷാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ഹൈലൈറ്റ് അപ്ലൈ ചെയ്യുന്ന ബ്രഷില്ലേ, ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് എല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. ഒന്ന് പിടിക്കൂ. ഇവിടെ ഞാൻ ഛർദിൽ കോരാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട്, ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഓൺ വോയിസ് എടുക്കുമ്പോൾ എനിക്ക് മീൻസ് നമ്മൾ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ലെക്കില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് പല ലെക്കില്ലാത്ത സംസാരം നിങ്ങൾക്ക് ഇന്ന് ഇതിനകത്ത് കേൾക്കാം. സോ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈശ്വര കുഴപ്പമൊന്നുമില്ല, നല്ല പതഞ്ഞിരിക്കും കേട്ടോ. ഇനി എങ്ങനെ ടിഷിരാ മൂക്കുത്തി മാറ്റണമായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. കട്ടിക്ക് മുകളിൽ അപ്ലൈ ചെയ്യാൻ. അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ ഈശ്വര. ഇതൊന്ന് കട്ട് ചെയ്യാൻ കൂടെ പിടിച്ചേ. ഓക്കെ, ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇവിടുത്തെ ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ മുറിക്കാം ഈശ്വരം. അല്ല ഓക്കെ, ഇവിടുത്തെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈശ്വരനുണ്ട് എന്നിട്ട് നമ്മള് സംസാരിച്ച് ഇളകി വരുമെന്ന് എനിക്കൊരു പേടി. അതാ അതിന് മുകളിൽ തന്നെ വീണ്ടും ഒരു കോട്ട് ചെയ്ത് കൊടുക്കാവേ. ഒരു കോട്ടും കൂടെ ചെയ്ത് കൊടുക്കാം. തികയോ? ഞാൻ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. നോക്കാം. ഈ ഭാഗത്തോട്ട് ഞാൻ അധികം തേക്കുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. മുട്ടയുടെ ഒരു രുചി വരും. എനിക്കെന്തോ അല്ലല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ കൂടെ തേച്ച് കൊടുക്കാം. സെയിം ഇതേ കണക്കുന്ന ഇത് വെച്ചാൽ കുറെ നേരം സംസാരിച്ച് ലൂസ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, ലാസ്റ്റ് ഞാൻ കുറച്ചു നേരം സംസാരിക്കാതിരിക്കുക. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഒട്ടി കയറി പിടിക്കുമായിരിക്കും. ചുണ്ടാനൊക്കെ പറ്റുന്നില്ല കേട്ടോ, ഇവിടെ ഒട്ടിയിരിക്കുക. മുട്ടയുടെ മണമുണ്ട്. കോഫി ഇട്ടാലൊരു മീൻസ് ഒരു മുട്ടയുടെ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുന്നോട്ടുണ്ട്. കുറച്ച് വിക്സും ഒക്കെ തേച്ച് ചെയ്താൽ മതിയായിരുന്നു. കണ്ണെന്ന് കാണാതാവോ എൻ്റെ അമ്മേ. പിടിച്ചേ, ഇതെന്ത് ഇത് ഡിനി? ഓ കയ്യ വീണടേ. മൂക്കി വെക്കുമ്പോൾ എനിക്ക് ഇവിടെ ഞാൻ വെക്കുന്നില്ല. ഇവിടെ എനിക്ക് ശബ്ദിക്കാൻ പറ്റും, ഇവിടെ ഞാൻ വെക്കത്തില്ല. കാരണം മുട്ട എനിക്ക് തലയെ പോലും തേക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. ഇഷ്ടമല്ലാത്ത ആളാണ്. പിന്നെ ഞാൻ തേക്കുവാണെങ്കിൽ കുറേ റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തല തേക്കുന്നത്. മൂക്കി തേക്കട്ടെ. ഓ അവിടെ ഉണ്ടടേ. ഓ എനിക്ക് ഛർദ്ദിക്കണോ വേണ്ടായോ ഒന്ന് മതി. വല്ലാത്ത മണമുണ്ട്. കോഫി പൗഡറൊക്കെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കോഫി പൗഡറിന്റെ മണേ വരുത്തോളൂ. പക്ഷെ അല്ല കേട്ടോ, ഇത് ഭയങ്കര വല്ലാത്ത സ്മെല്ല്. കണ്ടാരും മുക്കിക്ക. എനിക്ക് മുട്ട ഇഷ്ടമല്ലാത്തന്നാണ് തോന്നുന്നത്. തരുവിൻ്റെ ഞാൻ ശ്വാസം എൻ്റെ മൂക്കി കയറിപ്പോ. അയ്യാ എൻ്റെ ഇത് കയ്യിലൊക്കെ പറ്റിയല്ലോ. ഇവിടെ ഞാൻ ഇതെന്തൊരു ചെയ്യൂടെ. നമുക്ക് താടിക്ക് വെക്കാം, നെറ്റി വെക്കാം അല്ലേ. മുടി എല്ലാം കയറും. ഇതിന് ശേഷം ഒന്ന് കുളിച്ചേ പറ്റൂ. കാരണം ഈ ബ്രഷ് ഞാൻ ഇനി എടുക്കത്തില്ല. ബ്രഷിന് വലിയ പറയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തിരുന്ന് ഡ്രൈ ആകുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വല്ലാത്ത സ്മെല്ലാണ് വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് അറിയത്തില്ല മുട്ടയുടെ. എന്തായാലും എനിക്കെന്തോ ഭയങ്കര വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുമെന്നാണ് പറയുന്നത്. നോക്കാം എന്തായാലും നമുക്ക്. പനിയായി. ഞാൻ മമ്മി. ഓ എൻ്റെ പിന്നെ ഈ മുട്ടയൊക്കെ തേക്കുന്നതിന് സമ്മതിച്ചു. ഐബ്രോസിനെ പറ്റിയുണ്ട്. ഐബ്രോസ് എല്ലാം കൂടെ പോവോ? ഈശ്വരോ ഈ കടിക്കൂ. അണങ്ങുന്നുണ്ട്. ഇതുണ്ടോ? അയ്യേ, നനവോടെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇത് കുറച്ച് ഉണങ്ങി വരുന്നൊരു രീതി ആകുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുന്നത്. ഈ നമ്മൾ ഈ മുട്ടത്തോടിൻ്റെ ഒരു മണം വരുത്തില്ല. മുട്ടത്തോടിൻ്റെ മുട്ടയുടെ മണക്കൊന്നുമില്ല. ഓക്കെ, ഇതെനിക്കൊരു ഓയി കയറി പോകുന്നോടെ. അയ്യോ ഇവിടെ വൃത്തിയില്ലോ. വിശറിയോ? പിന്നെ ഡ്രൈയറോ? അങ്ങനെ നോക്കും. ഞാൻ എത്ര നേരം പിടിച്ച് നിൽക്കുവാണ്. പക്ഷെ കുറച്ച് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. നോക്കാം. സംസാരിക്കാൻ പറ്റത്തില്ല, അതൊരു പ്രശ്നമാണ്. സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ടോ? ഒന്നും കാണാൻ മേല. ഈശ്വരോ, ഈ സൈഡ് ഒറ്റയോ? ഒരു ഇച്ചിരി കൂടെ നോക്കണോ? ടിഷ്യൂ അവിടെ ഉണ്ട്. ടിഷ്യൂ ഉണ്ട്. ഓക്കെ,
ഇവിടെ വെച്ചില്ല. ഓ അവിടെ ഇതും കുഴപ്പമല്ലേ. നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും പഞ്ഞ ഉടുപ്പിട്ടുണ്ട് ചെയ്തോളൂ. എനിക്ക് റബത്തം പറ്റി എൻ്റെ ഉടുപ്പിലൊക്കെ വീണിട്ടുണ്ട്. ഇനി ഉടുപ്പ് ഞാൻ എന്തോരം വെള്ളത്തിട്ട് കഴിയാം. പക്ഷെ പോവും, മുട്ട മണം പെട്ടെന്ന് പോകാതിരിക്കും. കുറച്ച് ഡിറ്റർജൻ്റ് ഒക്കെ ഇട്ട് കഴിയെടുത്താൽ മതി. ഇവിടെ വെച്ചില്ലടാ, ചെയ്യാൻ മതി. എൻ്റെ കൈയൊക്കെ ഒട്ടുന്നു. ശരിക്കണോ കരയണോ എന്നറിയാത്ത ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ ഇരിക്കുക. ഞാൻ കണ്ണൽ ഇത്ര ആയില്ല, അത് അത്ര ഇറങ്ങടാ. എനിക്ക് രോഗത്തി വെച്ചടിച്ചാൽ മതി. പറഞ്ഞു പോണോ? മതിയൂടെ? അതെ അടുത്തോട്ട് വരല്ലേ? പറഞ്ഞല്ലേ അടുത്തോട്ട് വരില്ലെന്ന്. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രയർ വെച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ പറ്റുന്നില്ല. ഡ്രയർ വെച്ച് ചെയ്യുമ്പോൾ മുടി ഡ്രയർ വെച്ച് ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് മീൻസ് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നതേ പറ്റി. പിന്നെ ഇതിലെടുത്ത് വീശി കഴിയുമ്പോൾ പിന്നെ സംസാരിക്കാൻ പാടുണ്ട്. കാരണം സംസാരിക്കാൻ എടുക്കും ലൂസ് ആകുന്നത് ഭയങ്കര സ്മെല്ല് കേട്ടോ. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതി ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഡ്രൈ ആവുന്നതനുസരിച്ച് ഒരു കോഫിയുടെ മണം മാറി മാറി കറക്റ്റ് മുട്ടയുടെ മണം കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്ര വേവോളം കാത്ത് അല്ല, വേവോളം കാത്തിന് 6 കാക്കാം നോക്കും. സംസാരിക്കുമ്പോഴേ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോൻ തന്നെ കണ്ടിട്ട് ചിരിക്കുന്നു. ട്രൈ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് എനിക്കറിയത്തില്ല. കുറച്ചും കൂടെ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇതിന് എപ്പോൾ ഉണങ്ങി കിട്ടും. നല്ല ടൈം എടുക്കുന്നുണ്ട്, കുറേ ടൈം എടുക്കുന്നുണ്ട്. പറ്റാത്ത രീതിയിൽ ഭയങ്കര സ്മെല്ല് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഉറങ്ങി ഏകദേശം 1/2 മണിക്കൂറോളമായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഒരു പാടുണ്ട്. ഇവിടെയൊക്കെ നല്ല മുറുകുന്ന ഫീലുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഉണങ്ങിയൊന്നും അറിയാൻ പറ്റുന്നില്ല. നെറ്റി കുഴപ്പമില്ല, ഉണങ്ങി കംപ്ലീറ്റ് ഉണങ്ങി കേട്ടോ. ഈ ഒരു ഭാഗം ഉണങ്ങുന്നില്ല, ഈ ഒരു ഭാഗം ഉണങ്ങുന്നില്ല. ഇവിടെ വലിയ ട്രൈ ആവുന്നില്ല. അറിയത്തില്ല, ഞാൻ വെറുതെ ഇത് വെച്ചോണ്ടിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ നേരം കൊണ്ട് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇത് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് പറ്റുന്നില്ല. മീൻസ് നമ്മുടെ മുട്ടയുടെ മണം എല്ലാം എടുത്ത് തലവേദന എടുക്കുന്നൊരു രീതിയിലോട്ട് വരെ എത്തുന്നുണ്ട്. ഓക്കെ ഫൈനൽ നമ്മളിത് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മുറുക്കം പോലുണ്ട്. ഉണ്ട്. ഓക്കെ, സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് സത്യത്തിൽ ഇത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും പോകുന്നതാണ്. എനിക്ക് ഇന്നത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും കാണാനില്ല പ്രത്യേകിച്ച്. പക്ഷെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അത് സത്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത്ര ഈശ്വര ഓക്കെ. എനിക്ക് ഇവിടെ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ല. എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ മൂക്കിലാണ്. മൂക്ക് റിമൂവ് ചെയ്യുമ്പോഴാണ്, മീൻസ് മൂക്കിലെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും കൂടെ അറിയാൻ പറ്റുന്നത്. എനിക്ക് ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ല, നെറ്റിയിലും അത്രയ്ക്കില്ല, ഇവിടെ വലുതായിട്ടില്ല. എനിക്ക് മെയിൻ ആയിട്ട് ഈ മൂക്കിൻ്റെ 2 സൈഡാണ്. അവിടെ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഒരു സൈഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഇരട്ട പറ്റിയ സുഖം എന്നാണ് ഈ പറയാം. അതൊരു സുഖമുണ്ട് കേട്ടോ. ഓക്കെ, എടുത്തിട്ട് ഇതുണ്ട്, അതിങ്ങനെ വലിഞ്ഞു വരും പറയാൻ പറ്റും. അതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആവാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഡ്രൈ ആയി കാണത്തില്ലെന്ന്. പക്ഷേ ഡ്രൈ ആയി. അയ്യ എൻ്റെ പിരികം. ഓക്കെ, ഞാൻ വിചാരിച്ച് കളർ ചേഞ്ച് ആവാതിരുന്നപ്പോൾ ഡ്രൈ ആയിട്ടില്ലെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനിയാണ് നമ്മുടെ ഈ റിമൂവ് ചെയ്യുമ്പോൾ
വന്നിട്ടുണ്ട്. കാണാൻ പറ്റും എനിക്കറിയത്തില്ല, എന്നാലും വന്നിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ആയി മറ്റേ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്ന രീതിയിലായി കേട്ടോ. ഉണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഭയങ്കര മുട്ടയുടെ എന്തോ ഒരു വല്ലാതെ ഫീലുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നത് സ്കിൻ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ മൂക്കിൽ 2 സൈഡിലും കുറച്ച് പോയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പോയിട്ടില്ലെങ്കിലും കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് വലിയ ബ്ലാക്ക്സ് ഇല്ല. പിന്നെ രോമം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ രോമത്തിന് ഇങ്ങനെ വിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു പെയിൻ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം. എന്തായാലും ഇതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, കുറച്ചൊക്കെ ഡ്രൈ ആയിട്ട്. അപ്പോൾ എന്തായാലും വാഷും കൂടെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ എത്രത്തോളം സ്കിൻ നമ്മുടെ ബ്രൈറ്റ് ആയിട്ട് പോകണമെന്ന്. എനിക്ക് ഇവിടെ നോക്കിയിട്ട് നെറ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാഷും കൂടെ ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്കൊരു റിലീഫ് കിട്ടിയത്. കാരണം ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം എന്നാലും വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എക്സ്ട്രാ ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഒന്ന് കുളിച്ചേ പറ്റൂ. ദേഹത്തൊക്കെ വീണിട്ടുണ്ട്, റൂം കംപ്ലീറ്റ് വീണിട്ടുണ്ട്. പിന്നെ മുഖത്തൊരു വല്ലാത്ത സ്മെല്ല് പോലെ എനിക്ക് തോന്നുന്ന അറിയത്തില്ല, എന്തോ ഒരു സ്മെല്ല് പോലെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നമ്മൾ ഷുഗർ വെച്ച് ട്രൈ ചെയ്തില്ല, അതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ബ്ലാക്ക് വൈറ്റ്സും വരുന്നത് കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ കമന്റ് ബില്ലോ. അപ്പൊ ഒന്ന് കുളിക്കട്ടെ, ശരിയാവത്തില്ല ഇല്ലെങ്കിൽ.